ഗേസ്, ഇന്ന് ഞാൻ കയ്യിൽ ഒരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഇത് റേറ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ക്രിസ്മസ് സമയത്ത് നമ്മൾ ഒരു മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. സാന്താക്ലോസിനെ വെച്ചൊരു ക്രിസ്മസ് മെഹന്തി ആയിരുന്നു നമ്മൾ ഇട്ടിട്ടുള്ളത്. വേണ്ടി ഇപ്പൊ ഓണം ആവാറായി. അപ്പൊ ഞാൻ ഓർത്തു ഒരു മാവേലി അല്ല, ഒരു കഥകളിയുടെ പോലൊരു ഡിസൈൻ കയ്യിൽ അങ്ങ് വരയ്ക്കാന്ന്. ചാടി കയറി ആദ്യമേ മെഹന്തി ഇടാൻ നിന്നില്ല, കാരണം ബിഗ് ബിയുടെ മെഹന്തിയാണ്. കൈ തൊട്ടാ പിന്നെ അതിന്റെ കളർ പോകത്തില്ല. അതുകൊണ്ട് തന്നെ പേര് വെച്ച് ആദ്യം ഏകദേശം ഒരു രൂപം വരച്ചു. താണ്ട് കണ്ടില്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്രൂരമായി തോന്നും, പക്ഷേ ഗൈസ് ട്രസ്റ്റ് ദ പ്രോസസ്. മെഹന്തി ഇപ്പൊ തീരെ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇതുപോലുള്ള സാഹസങ്ങളൊക്കെ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ കൈയല്ലേ, ആരും ഒന്നും പറയില്ലല്ലോ. കാരണം എനിക്ക് മെഹന്തി ഇടാൻ അറിയില്ല ഗൈസ്. ഈ ഒരു സംഭവത്തെ വെച്ച് ഇത് നമ്മൾ എത്രത്തോളം ഇട്ട് പഠിക്കുന്നു അത്രത്തോളം ഇത് ശരിയായി വരത്തുള്ളൂ. ആൻഡ് ഈ ഒരു മൊമെന്റിൽ ഞാൻ മെഹന്തി ഇടുന്ന ആർട്ടിസ്റ്റുകളെ നമിക്കുന്നു ഗൈസ്. പിന്നെ എന്നെ പോലെ വർഷങ്ങൾ പഴക്കമുള്ള മൈലാഞ്ചി ഒന്നും എടുത്തോണ്ട് ആരും ഇടാൻ വരരുത്, കാരണം മുക്കി മുക്കി നമ്മുടെ ഇടപാട് വരുമെന്ന്. കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ട് നിന്ന മെഹന്തി ഡിസൈൻ മറ്റേ താമരയുടെ ആയിരുന്നു. പക്ഷെ ഞാൻ അത് ആ സമയത്ത് ഇട്ടുപോലും നോക്കിയിട്ടില്ല. ഇനി ഈ വർഷം ഏത് ഡിസൈൻ ആണോ ട്രെൻഡിംഗ് ആവാൻ പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമായി. കഥ പറഞ്ഞ് കഥകളിയുടെ ഫേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് അൽക്കുലത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് ആയേ. അപ്പൊ ഗീസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മാസ്മരികം എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അത്രയ്ക്കൊന്നും മൈലാഞ്ചി ഇടാൻ അറിയത്തില്ല. എന്നാലും ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പറയണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണുവരേക്കും ടാറ്റാ.